എല്ലാവർക്കും നമസ്തേ. ഒരു അനുഭവങ്ങൾ കൂടി പറയുമ്പോൾ വെച്ചാൽ ഈ 10-27 വർഷത്തെ അനുഭവം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയാന്ന് പറഞ്ഞാൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വിഷയത്തിലേക്ക് കടക്കാം. എൻ്റെ മോനും ഇപ്പോൾ ന്യൂറോ ഡൈവേഴ്സിറ്റി എന്ന് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ അവൻ്റെ ജനനം കഴിഞ്ഞ് മൈൽ സ്റ്റോൺ, ഇപ്പോൾ മാഡം സൂചിപ്പിച്ചിരുന്നു, മൈൽ സ്റ്റോൺ ഡിലേ കണ്ടു, കഴുത്തുറയ്ക്കാത്തതും ഇരിക്കാനൊക്കെ വൈകുന്നതായിട്ട്. അപ്പം തുടങ്ങി ഞങ്ങൾ ഓരോ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകലും ഓരോ പല പല അഭിപ്രായങ്ങളും പറയും. എന്നാലും ഇതുവരെയും അതിൽ കൂടി ഓരോ ഭാഗങ്ങളിൽ കൂടി ഘട്ടങ്ങളിൽ കൂടിയൊക്കെ കടന്നുപോയ ആ അനുഭവമാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ആദ്യം തന്നെ ഒരു അമ്മ എന്ന രീതിയിൽ ഇങ്ങനെയാണ് ഈ കുട്ടിയുടെ അവസ്ഥ. ADHD എന്ന് ഡയഗ്നോസ് ചെയ്തു, ചിലർ മൈൽഡ് ഓട്ടിസം എന്നൊക്കെ ഡയഗ്നോസ് ചെയ്തു. ആ അവസ്ഥയിൽ പറയുമ്പോൾ ചിലർ നമുക്ക് പറയും ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തൊക്കെയായിരിക്കും, ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് ഇവൻ ഇരിക്കുന്നത്. ചിലപ്പോൾ പറയും ഇവൻ നല്ലൊരു ക്രിമിനൽ വേലിക്ക് പോകാൻ സാധ്യതയുണ്ട് ADHD ഉള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരമ്മയും അച്ഛനും കേൾക്കുന്ന ഒരു അവസ്ഥയെ പറ്റി നമുക്ക് ചിന്തിക്കാം. പല പാരൻസും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അപ്പൊ അന്നൊരു ദൃഢനിശ്ചയം ഞങ്ങൾ തന്നെ എടുക്കുകയാണ്, ഇതിന്ന് കുറേയൊക്കെ ഇവനെ ഡെവലപ്മെന്റ് ചെയ്യാം. ബോർഡർ ലൈനിലാണ്, നിങ്ങൾ ട്രെയിനിങ് കൊടുത്താൽ ഇതിൽ നിന്ന് മാറ്റങ്ങളൊക്കെ കുറേ വരുത്താം, വളരെയധികം ഇംപ്രൂവ്മെന്റ് വരുത്താം എന്ന് ചില ഭാഗങ്ങളിൽ നിന്ന് നമുക്കൊരു ശുഭാപ്തി വിശ്വാസം കിട്ടുന്നു. ആ ശുഭാപ്തി വിശ്വാസത്തിൽ കൂടി പിടിച്ച് കര കയറാൻ പോകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ നടന്നതേ. ഇപ്പോൾ പിന്നെ ഞാനും അതിൽ കൂടി കുറേയൊക്കെ പഠിക്കാൻ ശ്രമിച്ചു, ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയെ കുറിച്ച് ഒക്കെ. അങ്ങനെ അതിൽ നിന്നുള്ള അറിവുകളുമൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാം. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വളരെയധികം എന്താ പറയുക, പെരുമാറ്റ ദൂഷ്യങ്ങൾ കാണാൻ കഴിയും. നമുക്ക് പലപ്പോഴും ഏറ്റവും കൂടുതൽ മനസ്സിനെ ടോർച്ചർ ചെയ്യുന്ന സംഭവങ്ങളാണ്. പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ വളരെയധികം പെരുമാറ്റ ദൂഷ്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരുപാട് തരത്തില് ഇവൻ വളരെയധികം അഗ്രസീവായിരുന്നു. പെട്ടെന്ന് തന്നെ ദേഷ്യം വരിക, അത് എങ്ങനെ റിയാക്ട് ചെയ്യുക എന്നുള്ളത് ആർക്കും അറിയാത്ത പോലെ. വളരെ സന്തോഷത്തിലിരിക്കുന്ന ഒരു സമയത്ത് തന്നെ പെട്ടെന്ന്, ഇപ്പോഴും അത് ചെറിയൊരു അവസ്ഥയിലൊക്കെ ഉണ്ട് എങ്കിലും വളരെ നന്നായിട്ട് അഗ്രസീവായിട്ട് പെരുമാറും. ചിലപ്പോൾ ഓരോ സാധനങ്ങൾ എടുത്തെറിയും, തല്ലി പൊട്ടിക്കും, അതൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോയിട്ടുണ്ട് ഒരുപാട്. ഇവിടെ പല വ്യക്തികൾക്കും അനുഭവിച്ചിട്ടുമുള്ളതാണ് ആ ഒരു സന്ദർഭങ്ങളൊക്കെ. അപ്പൊ ഞാനും പാരന്റ്സ് ട്രെയിനിങ്ങിന് പോകുമ്പോൾ പലരും പറയുന്ന കുറെ കാര്യങ്ങളാണ്. ഇവരോട് എപ്പോഴും നമ്മൾ ദേഷ്യം വരാതെ തന്നെ ദൃഢമായി തന്നെ പറയണം. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലേ ആ കാര്യത്തെ അവരെ വാശി പിടിക്കും തോറും നമ്മൾ ചിന്തിക്കും, മറ്റുള്ളവരൊക്കെ എന്ത് ചിന്തിക്കും. ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി, ചെറിയൊരു എക്സാമ്പിളോട് പറയാം, ഒരു ചോക്ലേറ്റ് ചോദിക്കുകയാണെങ്കിൽ അത് ഇപ്പൊ തരുന്നില്ല എന്ന്, നമുക്ക് ഇപ്പൊ വാങ്ങിക്കൊടുക്കാൻ ആഗ്രഹമില്ല എങ്കിൽ അവൻ ആദ്യം എന്താ പറയാ, ആദ്യം അത് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് വേണ്ട എന്ന് പറഞ്ഞു വെക്കുകയാണെങ്കിൽ അല്ലറിക്കരയാൻ തുടങ്ങും. അതും കഴിഞ്ഞിട്ട് നമ്മളത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ വീണ്ടും അവിടെ കിടന്ന് ഉരുണ്ടു തുടങ്ങും. അപ്പൊ നമ്മളെല്ലാവരും ചുറ്റും നോക്കും, അയ്യോ മറ്റുള്ളവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ. എല്ലാ പാരന്റ്സിനും ആദ്യം വരുന്ന ഘട്ടങ്ങൾ ഇതൊക്കെ തന്നെയാണ് അല്ലെ, മറ്റുള്ളവർ ശ്രദ്ധിക്കല്. അപ്പൊ ചിലവർ അതിൽ ഇടപെടും, അയ്യോ ഒരു ചോക്ലേറ്റ് അല്ലേ കൊച്ചു ചോദിച്ചുള്ളൂ, അതൊന്ന് വാങ്ങിക്കൊടുത്തൂടെ നിങ്ങൾക്ക് എന്ന് ചോദിക്കാനായിരിക്കും സമൂഹത്തിൽ പലരും നമ്മളുടെ അടുത്ത് കൂടുന്നുണ്ടായിരിക്കുക. അപ്പൊ എന്താ, നമ്മളത് വാങ്ങിക്കൊടുക്കുന്നില്ല എന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താലും നമ്മളത് വാങ്ങിക്കൊടുക്കാതെ ഇരിക്കുക എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചു. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളെയല്ല നമ്മളുടെ കുട്ടിയെയുമല്ല നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക. ഇവരുണ്ടാക്കുന്ന വാശിയും പ്രശ്നങ്ങളും മറ്റുള്ളവരൊക്കെ എങ്ങനെയാണ് നമ്മളെ പറയുക, മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത്. ആ അവസ്ഥ, ആ ഒരു മനോഭാവം തന്നെ നമ്മളിൽ മാറ്റിയെടുക്കണം പാരൻസ് ആയിട്ടുള്ളവരോട്. പിന്നെ നമ്മൾ സൂക്ഷ്മ പ്രവർത്തകരാകുമ്പോൾ അവരോട് സമ്പതറ്റിക്കലല്ല പെരുമാറുന്നത്, എമ്പതി, അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച്. നമ്മൾ ചിലപ്പോൾ ഒരു നിമിഷത്തിലായിരിക്കും അവരെ കാണുന്നുണ്ടായിരിക്കുക, പക്ഷെ പാരൻസ് അതല്ല, അവരുടെ ഒപ്പം എന്നും നടന്നു നീങ്ങുന്നവരാണ്. അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പോലെ നമ്മൾ പ്രവർത്തകരായ എന്നുള്ള നിലയിൽ പറ്റുന്നില്ല, ഒരു നിമിഷത്തിലാണ് കാണും. അപ്പൊ അതിന് പറയും ഫേംനെസ് വിത്തൗട്ട് ആങ്കർ. അത് ദേഷ്യപ്പെട്ട് തല്ലിയോ പിടിച്ചോ എന്നല്ല. നമ്മൾ പറയാം, ഇല്ല ചോക്ലേറ്റ് ഇപ്പോൾ വാങ്ങി തരുന്നില്ല, ഇല്ല അത് വേണ്ട എന്ന് തന്നെ അവരോട് പറയേണ്ട അവസ്ഥകൾ പലപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട്.
പിന്നെ ഒരു കാര്യം ചിന്തിക്കാം, ഇവർക്കുമുണ്ട് ചിന്തിക്കാനും പ്രവർത്തിക്കുവാനുമുള്ള കഴിവ്. ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്തോണ്ടൊന്നും ഇവര് ഒരിക്കലും ചെയ്യില്ല. പക്ഷെ ചിലപ്പോൾ ഒരു 100 times ഒക്കെ നമ്മളതൊരു പ്രാക്ടിക്കലായിട്ട് ചെയ്യിപ്പിക്കേണ്ടി വരും. എന്നാലാണ് അവർക്ക് ആ ഒരു കോൺസെപ്റ്റ് അവരിലേക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അവർക്കും ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ അവരുടെ വേയിൽ കൂടിയാണ്. നമ്മൾ പറയുന്ന രീതി അവർക്ക് ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല. ചിലപ്പോൾ അവർക്ക് തിരിച്ചു പറയണമെന്ന ആഗ്രഹം ഉണ്ടായിരിക്കും. ആ തിരിച്ചു പറയാനുള്ള കഴിവ് നമ്മളെ പോലെ ആയിരിക്കില്ല. അവർ പറഞ്ഞ പോലെ അവരുടെ ന്യൂറോണുകൾ അതിന് പാകപ്പെടുത്തിയിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ട് അവർ പറയുന്ന രീതി ചിലപ്പോൾ അവർക്ക് സങ്കടം പറയേണ്ടി വരുമ്പോൾ അവർ ചിലപ്പോൾ ദേഷ്യത്തിലാവും നമ്മളോട് പ്രകടിപ്പിക്കുക. അപ്പൊ അത് എന്തുകൊണ്ട് എന്താണ് നീ അങ്ങനെ ബിഹേവ് ചെയ്തത് എന്ന് നമ്മൾ സമാധാനത്തോടെ കുറച്ചൊക്കെ കഴിഞ്ഞ് ചോദിച്ചറിയാം. അപ്പോൾ അവരെ ഒന്ന് ചിന്തിപ്പിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കുന്നു അവർക്ക്. ഇപ്പൊ എന്നോടും പലരും ചോദിച്ചിട്ടുണ്ട്, ഇവന് പാട്ട് പാടാൻ ഓട്ടിസ്റ്റിക് ADHD എന്തായാലും ആവട്ടെ, ഇവന് ചിലപ്പോൾ പാട്ട് പാടാനുള്ള കഴിവ് ഉണ്ടായിരിക്കും, എന്താ ആ വഴിക്ക് പോകാത്തത്? എല്ലാ പാരൻസിനെ പോലെ ആ വഴിക്കൊക്കെ കടത്തി വിട്ടു. പക്ഷെ ഞാൻ ചിന്തിച്ചു, അവനെ ജീവിക്കാൻ പ്രാപ്തനാക്കുക. എൻ്റെ കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവൻ സ്വന്തമായി ജീവിക്കാൻ കഴിയണം. അങ്ങനെ ലൈഫ് സ്കില്ലിലേക്കാണ് കൊണ്ടുപോയത്. വീട്ടിലത്തെ ഓരോ കാര്യങ്ങളും അവനോട് ഡിസ്കസ് ചെയ്യും. അവനോട് തന്നെ ചിലപ്പോൾ ചോദിക്കും ഇതെങ്ങനെ ചെയ്യണം എന്നുള്ള ഒരവസ്ഥയിലൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ എനിക്കതിൽ കൂടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞില്ലേ, ഈ 2 സെഷനിലും കൂടി ബേസിക് സ്കിൽ ഡെവലപ്മെന്റുകൾ എന്തൊക്കെ ചെയ്യണം. ഇപ്പൊ ടോയ്ലറ്റ് ട്രെയിനിങ്, ഈറ്റിംഗ്, ബേത്തിങ്, അതേപോലെ അവരുടെ ഡ്രസ്സ് കഴുകാനും മടക്കി വെക്കാനും ഏത് ഡ്രസ്സ് എടുത്ത് ഉപയോഗിക്കണം എന്നുള്ളത് ചോയ്സ് ചെയ്യാനും ഒക്കെയുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ പ്രാപ്തരാക്കുക എന്നുള്ളത് ഇങ്ങനെ കുട്ടികളിലൊക്കെ അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ പറയും സോഷ്യൽ ഇന്ററാക്ഷൻ. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. സോഷ്യൽ ഇന്ററാക്ഷന് അത്യാവശ്യമായി വരേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടി വരും. നമ്മൾ ഐസൊലേറ്റഡ് ആവാതെ ഇപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളെ കൊണ്ട് ഒരു ഭാഗത്തേക്ക് ഒതുങ്ങിക്കൂടാതെ തന്നെ നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടി തന്നെ വരും. അവർക്ക് ഇന്ററാക്ഷൻ കിട്ടേണ്ട അവസരങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടി വരും. ഞാൻ പലപ്പോഴും കൊണ്ടുവരാറുണ്ട്, പല പ്രോഗ്രാമുകൾക്കും കൊണ്ടുവരാറുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് വെച്ച് കൊണ്ടുവരാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവർ ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തന്നെയാണ് പഠിക്കുക. ഒരു സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോഴാണ് അവർക്ക് എങ്ങനെ ബിഹേവ് ചെയ്യണം, മറ്റുള്ളവരുമായിട്ട് ഇടപഴകണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവരിൽ തന്നെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കണം. അതിന് നമ്മൾ അമ്മമാർ തന്നെ ഇറങ്ങിയേ പറ്റുള്ളൂ സമൂഹത്തിലേക്ക്. അല്ലാതെ നമ്മൾ അയ്യോ ഇവൻ പ്രശ്നമുണ്ടാക്കില്ലേ എന്ന് പറഞ്ഞ് പിന്തിരിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിനൊന്നും കഴിയാത്ത ഒരു അവസ്ഥയായി നമ്മൾ മാറാം. പിന്നെ എഡ്യൂക്കേഷൻ നമ്മൾ പറയുന്നുണ്ട്, ഇപ്പൊ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നതിനൊക്കെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഏതൊരു സ്കൂളിൽ ചെല്ലുമ്പോഴും ആദ്യം അവരുടെ മുഖം കറപ്പിച്ച് കാണുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ പാരൻസ് തന്നെ അതിനു വേണ്ടി പയറ്റേണ്ട അവസ്ഥകളൊക്കെ വരും. ഇവർക്ക് എന്നും സ്കൂൾ മാറ്റി വേറൊരു സ്കൂളിൽ കൊണ്ടുപോകണം, പിന്നെ അവർ പറയാൻ സ്പെഷ്യൽ സ്കൂളിൽ വിടും. പക്ഷെ ഏറ്റവും കൂടുതൽ സോഷ്യൽ ഇന്ററാക്ഷൻ കിട്ടാൻ അവർക്ക് ആ പ്രായത്തിൽ കിട്ടുന്നത് സ്കൂളുകൾ തന്നെയാണ്. അപ്പൊ സ്കൂളുകളിൽ നമ്മൾ ചിലപ്പോൾ പയറ്റി നിൽക്കേണ്ടി വരും. എനിക്കും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പല അനുഭവങ്ങളും. ടീച്ചേഴ്സ് പറയും സ്പെഷ്യൽ സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ടോ, ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നില്ല, 14 വയസ്സിലാണ് നാട്ടിൽ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്കൂളിൽ കൊണ്ടുപോയി അതല്ല, ഏറ്റവും ബെറ്റർ പിന്നെ സ്പെഷ്യൽ സ്കൂളിൽ വിടാണ്. പക്ഷെ ഞാൻ തളരാതെ നിന്ന് ഞാൻ ടീച്ചറോട് ചോദിച്ചു. ടീച്ചറോട് പതുക്കെ ടീച്ചറെ മാത്രം വിളിച്ചു ചോദിച്ചു, ടീച്ചർക്ക് ജോലിയാണോ വേണ്ടത്, ഇവനവിടെ പഠിപ്പിക്കുക വേണ്ടത്? പിന്നെ ടീച്ചർ നല്ല സപ്പോർട്ടീവായി. ചിലപ്പോൾ സമയത്ത് നമ്മൾ പാരൻസ് തന്നെ നല്ല ഗഡ്സോട് കൂടി തന്നെ നിൽക്കേണ്ടി വരും. ഇവർ പഠിക്കുകയോ പഠിക്കാതെ ഇരിക്കുകയോ എന്നുള്ളതല്ല, പക്ഷെ അവർക്ക് മറ്റുള്ള കുട്ടികളായിട്ട് ഇടപഴകാനുള്ള ഒരു അവസരം സ്കൂളുകളിൽ നിന്നാണ് കിട്ടുന്നത്. ഇപ്പൊ ഈവൻ സ്പെഷ്യൽ സ്കൂള് എന്ന് പറയുന്നത് അതിലായി ഒരേ രീതിയിലുള്ള കുറെ സ്വഭാവ വ്യതിയാനങ്ങളുള്ള കുറെ കുട്ടികളെയാണ് കാണുന്നത്. പക്ഷെ നോർമൽ ആയിട്ടുള്ള കുട്ടികളെ കാണുമ്പോഴാണ് ഇവരും അതിൽ നിന്ന് ഇങ്ങനെയൊക്കെ പെരുമാറാം എന്നുള്ള അഡോപ്റ്റ് ചെയ്യാൻ കഴിയുന്നത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കൂടിയാണ്. ഇതുവരെ പബ്ലിക് ഇപ്പൊ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട്, ട്രെയിൻ, ഹോസ്പിറ്റല്, പോസ്റ്റ് ഓഫീസ് എന്തൊക്കെയുണ്ട് ആ പബ്ലിക്, അതെല്ലാം നമുക്ക് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നത് നമ്മൾ തന്നെയാണ്.
ആരും നമ്മളുടെ ഒപ്പം ഉണ്ടാവില്ല എന്ന് തന്നെയുള്ള തന്നെ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ നമ്മളും ഉണ്ടാകണം. അത് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഓരോ കോൺസെപ്റ്റുകളെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതും വേണം. ഇപ്പോൾ ഹോസ്പിറ്റലാണ്, ഇപ്പോൾ സ്വന്തമായിട്ട് തന്നെ ഒറ്റയ്ക്ക് അവനൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് പറയുന്ന അവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് പനിയാണ്, ആദ്യം ഒരു ഡോക്ടറെ പരിചയപ്പെടുത്തി കൊടുത്തു, പിന്നെ ആ ഡോക്ടറെ അടുത്ത് സ്ഥിരമായിട്ട് വിസിറ്റ് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു പറഞ്ഞു, അതല്ല, അവനെ ഒരു ഹെൽപ്പ് വേണമെന്ന സമയത്തുമാണ് വരുന്നത്, അസുഖമായിട്ടല്ല വരുന്നത് എന്ന് പറഞ്ഞു. പിന്നെ മണി മാനേജ്മെന്റ്, നമ്മൾ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം നമ്മൾ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്പോൾ കടകളിൽ പോയി എന്തെങ്കിലും വാങ്ങിക്കുക, അതിൻ്റെ ആ കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മണി മാനേജ്മെന്റ് ഒക്കെ പഠിപ്പിക്കണം. അത് ഒന്നും അറിഞ്ഞില്ല എങ്കിലും നമ്മൾ അതിനെ മുതിരേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അവർക്ക് പൈസ കൊടുക്കണം, അതൊന്ന് തിരിച്ചു വാങ്ങണം. നമ്മൾ തന്നെയാണ് ഏറ്റവും നല്ല ട്രെയിനർ. അമ്മമാരാണ് ഏറ്റവും കൂടുതൽ സമയം അവരോടൊപ്പം ചെലവഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഓരോ കാര്യങ്ങളും അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളാണ്. പക്ഷെ ഇതുവരെയും ഞാൻ പറയാം, 27 വയസ്സായിട്ടും ഇപ്പോഴും ബാലൻസ് തിരിച്ചു വാങ്ങാൻ കഴിയില്ല. പക്ഷെ എന്നാലും ധൈര്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, അവർ തന്ന ബാലൻസ് വാങ്ങി വരുന്നു എങ്കിലും അത് ചെയ്യുന്നില്ലേ എന്നുള്ള ഒരു രീതിയിലാണ്. ഇന്നത് വാങ്ങിക്കുമ്പോൾ, ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അതിൽ പൈസ കൊടുക്കണം എന്നുള്ള അറിവിലേക്ക് അവൻ തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് ഞാൻ സന്തോഷിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമാണ്, ഇവർക്ക് സംശയങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും രണ്ടുപേര് സംസാരിക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരേ രീതിയിൽ തന്നെ ഇപ്പോ പറയാണ്, ഇപ്പൊ ആ സ്കൂളിൽ പോകണം എന്ന് പറയുമ്പോൾ അച്ഛൻ പറയണം, അയ്യോ ഇന്ന് വേണ്ട, നിനക്ക് വയ്യച്ചി പോകണ്ട. പക്ഷെ അമ്മ ഫേമായിട്ട് പറയാണ്, അല്ലെങ്കിൽ അച്ഛൻ ഫേമായിട്ട് പറയാണ്. അപ്പൊ വേറൊരാൾ പറയാണ്, അവന് വയ്യാത്തതല്ലേ, സ്കൂളിൽ പോകണ്ട എന്ന് പറയുമ്പോൾ കുട്ടി എഴുതെടുക്കും. അതൊരു സംശയത്തിലേക്കാണ് കുട്ടിയെ നയിക്കുക. അപ്പോൾ അച്ഛനും അമ്മയും വീട്ടിലെ എല്ലാവരും ഒരേ തരത്തിൽ തന്നെ, ഒരേ രീതിയിൽ തന്നെ ഇന്ന് പോകണം അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം എന്ന് പറയുമ്പോൾ എത്ര പേരുണ്ട് അവരും ഒന്നിച്ചു പറയുമ്പോഴാണ് അത് കുട്ടി ഇന്ന് പോകേണ്ടത് തന്നെയാണ് എടുക്കേണ്ടി വരും. ചിലപ്പോൾ 1-2 പ്രാവശ്യം പറഞ്ഞാൽ അത് കുട്ടി എടുക്കണമെന്നൊന്നുമില്ല, ഒരുപാട് തവണ പറയേണ്ടി വരും. പിന്നെ സിബ്ലിങ്സുമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ചേട്ടനോ അനിയനോ അനിയത്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് തന്നെ ഇടപഴകിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അവരെ നമ്മൾ പറയുന്ന 2-3 കുട്ടികൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് നമ്മൾ പറയാണ്, അവൻ വയ്യാത്തതല്ലേ, നീ ഒന്ന് ചെയ്തൂടെ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു മെന്റാലിറ്റിയിലേക്കല്ല പോകേണ്ടത്, നിനക്കും കഴിയും എന്നുള്ളതാണ്. അത് സിബ്ലിങ്സിനും അവർക്കും കുറെ സ്ട്രെസ് കൊടുക്കും. എൻ്റെ വേറൊരു അനുഭവം കൂടിയാണ് പറയാൻ നിൽക്കുന്നത്. ഒരു കൊച്ചി 9 വയസ്സുള്ള കുട്ടിയാണ് എൻ്റെ അടുത്ത് വരുന്നത്. മൂത്ത കുട്ടിക്ക് 12 വയസ്സുണ്ട്. ഈ കുട്ടി മൂത്ത കുട്ടീനെ വളരെ നന്നായിട്ട് ഉപദ്രവിക്കും. താഴെയുള്ള കുട്ടിക്കാണ് ഓട്ടിസം. അപ്പോൾ പാരൻസ് എപ്പോഴും പറയും, അയ്യോ അവന് വയ്യാത്തതല്ലേ, നീ ഒന്നും ചെയ്യരുത് എന്ന്. അപ്പൊ ഇത് പറയുമ്പോൾ എന്നും നല്ല ഐഡിയ. ഇവനെ കണ്ടുണ്ടെങ്കിൽ കൈ പിടിച്ചിങ്ങനെ ഒടിക്കുന്ന ഒരു അവസ്ഥയിൽ വരും ഈ കുട്ടി. അപ്പൊ ഞങ്ങള് പറഞ്ഞു കൊടുത്ത ഒരു ഐഡിയ ആണ്, ഇല്ലെങ്കിൽ അവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ അവര് തീർക്കട്ടെ എന്ന് പറഞ്ഞ് മൂത്ത കുട്ടീനെയും വിളിച്ച് കൗൺസിലിംഗ് ചെയ്തു. അന്ന് ഈവനിങ്ങില് ഇവൻ വീട്ടിൽ ചെന്നപ്പോൾ താഴെയുള്ളവനെ മൂത്തവനെ അടിച്ചു, ഓട്ടിസ്റ്റിക്കുള്ള കുട്ടി അവനെ അടിച്ചു. മൂത്ത കുട്ടി തിരിച്ചടിച്ചു. ഇത് പാരൻസ് ഒന്നും പറഞ്ഞില്ല. പിറ്റത്തെ ദിവസം തൊട്ട് ആ അടി നിർത്തി എന്നുള്ളത് ഒരു നല്ലൊരു ഇതാണ്. അപ്പൊ നമ്മൾ ആ സിബ്ലിങ്സിനെ സഫർ ചെയ്യിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്, ഒപ്പത്തിനൊപ്പം നിർത്തുക. അതും ഇവരും ഒപ്പത്തിനൊപ്പം നിർത്തുമ്പോഴാണ് അവർക്കും ഇവരോട് എമ്പതറ്റിക് ആയിട്ട് പെരുമാറാൻ കഴിയുന്നത്. അല്ലാതെ എപ്പോഴും നമ്മൾ അയ്യോ ഇത് വയ്യാത്ത കുട്ടി എന്നുള്ള ലേബലല്ല നമ്മൾ കൊടുക്കേണ്ടത്. പല കുട്ടികളുടെയും നമ്മൾ ഏജ് അപ്രോപ്രിയേറ്റ് കൺസിഡർ ചെയ്യില്ല. അവരുടെ ഏജിന് സമാനമായ രീതിയിൽ തന്നെ നമ്മൾ പെരുമാറാൻ കഴിയും. പലപ്പോഴും പെരുമാറണം എന്ന് തന്നെയാണ് പറയാ. പലപ്പോഴും ഈ കുട്ടികളോട് പറയാം, അയ്യോ വയ്യാത്ത കുട്ടി, അവനൊന്നും അറിയില്ല. അതല്ല വേണ്ടത്. അവന്റെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അവനത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട, പക്ഷെ പറഞ്ഞു കൊടുക്കേണ്ടത് ആസ് ലൈക്ക് എ പാരന്റ് എന്ന രീതിയിൽ നമ്മളുടെ ഒക്കെ കടമയാണ്. പലപ്പോഴും പറയും ചെറിയ കുട്ടിയല്ലേ. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കാണ്. ഒരു 10-30 വയസ്സായിട്ടുള്ളൊരു പയ്യനാണ്, ചെറിയൊരു ഡിസബിലിറ്റിയേ ഉള്ളൂ.
ഇപ്പോഴും ബർത്ത്ഡേ പാർട്ടികൾക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആരുടെ ബർത്ത്ഡേ ആണെങ്കിലും ഇവനാണ് കയറി കേക്ക് മുറിക്കുക. അപ്പൊ എന്തായാലും അവർ അയ്യോ വയ്യാത്ത കുട്ടിയല്ല, അവരറിയില്ല ചെയ്തോട്ടെ. പക്ഷെ അത് 1-2 പ്രാവശ്യം അതിന് നമ്മൾ അതല്ല ഇന്ന ആളുടെ ബർത്ത്ഡേ ആണ്, ആളാണ് ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട സന്ദർഭത്തിൽ പറഞ്ഞു കൊടുത്തിരുന്നുവെങ്കിൽ അവനത് മാറ്റം സംഭവിക്കുമായിരുന്നു. പിന്നെ അതങ്ങനെ മാറ്റം വരുത്തി. അപ്പൊ അതാണ് നമ്മൾ ഏജ് അപ്രോപ്രിയേറ്റ് തന്നെ ഇവരോട് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. പറഞ്ഞ് അവരെ മനസ്സിലാവോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മളുടെ കടമകൾ നമ്മൾ ചെയ്യേണ്ടതുമാണ്. ഷെയറിങ്, നമ്മൾ പല കാര്യങ്ങളും ഇപ്പൊ നമ്മളുടെ എന്താ പറയാ നമ്മളുടെ ഷെയറിങ് എന്നുള്ളത് ഇല്ലാതെ ആയിരിക്കുന്ന ഓരോ സന്ദർഭഘട്ടങ്ങളാണ്. പലർക്കും തുറന്നു പറയാൻ കഴിയാത്ത ഒരവസ്ഥകൾ. അപ്പോഴാണ് കുറെ കൗൺസിലേഴ്സിന്റെ ഒക്കെ ആവശ്യങ്ങൾ വരുന്നത്. ഇപ്പൊ വീട്ടിൽ തന്നെ അച്ഛനോടോ അമ്മയോടോ സിബ്ലിങ്സിനോടോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോടോ ഇവർക്കൊന്നും ഷെയർ ചെയ്യാൻ ഇവർക്ക് അറിയുന്നില്ല. അതും കൂടി നമ്മൾ പഠിപ്പിക്കണം. അപ്പൊ അതിന് ഇവന് ഞാൻ ഫോൺ ഉപയോഗിക്കാൻ പഠിപ്പിച്ചിരുന്നു. എൻ്റെ ഫ്രണ്ട് സർക്കിളിലൊക്കെ അവൻ വിളിക്കും, സംസാരിക്കും. ഇവിടെ തന്നെ പല ടീച്ചേഴ്സിനെയും പലരിനെയൊക്കെ അവൻ വിളിക്കാറും സംസാരിക്കാറുണ്ട്, അവൻ്റെ ആവശ്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറയും, ഇവൻ ചില സമയത്ത് ഉറക്കില്ലെങ്കിൽ രാത്രിയൊക്കെ വിളിക്കും. അപ്പൊ ഞാൻ പറയും രാത്രി കഴിഞ്ഞ് ഫോൺ എടുക്കരുത്, അവനോട് പറഞ്ഞ് മനസ്സിലാക്കി ഇത്ര മണിക്ക് ഞാൻ ഉറങ്ങും, പിന്നെ ഞാൻ ഫോൺ എടുക്കില്ല. അപ്പോൾ അവരിൽ നിന്ന് അങ്ങനെ ഒരു റിപ്ലൈ കിട്ടുമ്പോൾ ഇത്ര സമയം കഴിഞ്ഞ് അവരെ വിളിക്കുന്നത് അവർക്ക് താല്പര്യമില്ല എന്നുള്ളത് അവൻ മനസ്സിലാക്കുന്നു. അപ്പൊ പലരോടും ഷെയർ ചെയ്യാനുള്ള കപ്പാസിറ്റിയെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതും ഉത്തരവാദിത്വത്തിൽ പെടുന്നത് തന്നെയാണ്. പിന്നെ പറയുന്നില്ലേ, എല്ലാവരെയും ഒരേ കാറ്റഗറിയിൽ പെടുത്താതിരിക്കുക. നമ്മൾ പറയും എവറി ചൈൽഡ് ഈസ് എ യൂണിക്. അപ്പോൾ ചിലവർക്ക് ട്രെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്ന കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ചിലപ്പോൾ അവർക്ക് ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെ ട്രെയിൻ ചെയ്യേണ്ടി വരും. സപ്പോർട്ടോട് കൂടി തന്നെയാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ കാറ്റഗറീസിനെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി തന്നെ അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുത്ത്, ഇപ്പൊ പറഞ്ഞില്ലേ പാട്ടും നൃത്തം മാത്രമല്ല, അവരുടെ ലൈഫ് സ്കില്ല് ഡെവലപ്മെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അവർക്ക് സമൂഹത്തിൽ ഇടപഴകാനും ജീവിക്കാനുമുള്ള സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്യണം. അത് ഇപ്പൊ IQ ടെസ്റ്റ് ചെയ്തെന്ന് തന്നെ അറിയാം നമുക്ക് എത്രമാത്രം അവരെ ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റുന്നവരാണ് അല്ലെങ്കിൽ പറ്റാത്തവരാണ് എന്നുള്ളത്. ആ ലെവലിൽ തന്നെ നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. ആദ്യം തന്നെ ഞാൻ പറയുന്നത് ജീവിക്കാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇപ്പൊ ഞാൻ അതിനു വേണ്ടി ഇപ്പൊ പ്രവർത്തിക്കുകയാണ്, ഇവരിലെ ലൈഫ് സ്കിൽ എങ്ങനെ ഡെവലപ്മെന്റ് ചെയ്യാം എന്നുള്ളത്. അപ്പോ അങ്ങനെ ഒരു ട്രെയിനിങ് അവർക്ക് കൊടുക്കേണ്ടി വരും. ഇവർ പല കാര്യങ്ങളിൽ നിന്നും അവരെ അഡോപ്റ്റ് ചെയ്യും പല കാര്യങ്ങളും. പിന്നെ പറയും ഇവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇവരിലുണ്ട്. പല കാര്യങ്ങൾക്കും വേണ്ടി ഇവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പല രീതിയിലുള്ള വാശികളും അവർ അവതരിപ്പിക്കും, പല രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യും. അതിനും അവർ കപ്പാസിറ്റി ഉള്ളവർ തന്നെയാണ്. അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിലെ വ്യക്തമായ അനുഭവം കൊണ്ടാണ് ഞാനിവിടെ അത് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതിനൊക്കെ ഒരുപാട് നമ്മൾ നന്നായി ഒബ്സർവ് ചെയ്ത് തന്നെ ഇവർക്ക് എന്ത് വേണം എന്നുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പാരൻസിനാണ്. പിന്നെ ഇവരിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പഠിപ്പിക്കണം. ഒരാളൊരു സാധനം തന്നിട്ടുണ്ടെങ്കിൽ താങ്ക് യു പറയാനും, പിന്നെ ക്ഷമിക്കാനും, ക്ഷമ പറയാനും, സോറി ഒക്കെ പറയാനും ഒരു നോർമൽ കുട്ടിയെ തന്നെ ട്രെയിൻ ചെയ്യുന്ന രീതിയിൽ ചെയ്യിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം വരുന്നത്. അത് ഒരു പ്രാവശ്യം പറഞ്ഞതുകൊണ്ടൊന്നും നമുക്കിത് നടക്കില്ല. നമ്മൾ സാധാ ഒരു കുട്ടിയോട് 1-2 പ്രാവശ്യം പറഞ്ഞാൽ നടക്കുന്നത് ഇവരോട് ചിലപ്പോൾ ജീവിതം മുഴുവൻ ചിലപ്പോൾ പറയേണ്ടി വരും, ചിലപ്പോൾ പകുതി വരെയാണ് പറയേണ്ടി വരിക. അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി തന്നെയാണ് ഇവർക്ക് പ്രാക്ടിക്കലായിട്ടുള്ള നോളേജ് കൊടുത്തുകൊണ്ട് തന്നെ മാത്രമാണ് നമുക്ക് ഇവരെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ വിദ്യാഭ്യാസം കൊടുക്കണം, ഓരോ കോൺസെപ്റ്റുകളും ഇവർക്ക് കൊടുക്കേണ്ടതാണ്. ഇപ്പൊ പറയില്ലേ നമ്മൾ ഇത്ര വയസ്സ്, ഞാൻ ഏജ് അപ്രോപ്രിയേറ്റ് ചെയ്ത് പറഞ്ഞു. ഇപ്പൊ ആദ്യം അവൻ +2 വരെ പോയിരുന്നു, സ്ക്രൈബിൽ വെച്ചാണ് എഴുതിയത്. പിന്നെ അതുപോലെ അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേർത്തു, ഡിഗ്രി അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഒരു ഫുഡ് പ്രൊഡക്ഷൻ്റെ കോഴ്സിന് പോയി, അതും എക്സാം സമയത്ത് അവനെ എക്സാം എഴുതാൻ അതൊന്ന് ഡൈവേർട്ട് ചെയ്ത് പോകാൻ പല ഇതൊക്കെ ചെയ്തില്ല. ഇപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഇനി ഇത്ര വയസ്സായി, ഞാൻ പറയും ഇത്ര വയസ്സായി നീ ഒരു ജോലിക്ക് പോകണം. ചില സമയത്ത് എന്നോട് പറയും ഞാൻ എൻ്റെ കാര്യം നോക്കാം എന്ന് പറയും.
ഞാൻ എൻ്റെ കാര്യം നോക്കാമെന്ന് പറയുമ്പോൾ ഞാൻ പറയും, നീ സ്വന്തമായിട്ട് കുക്ക് ചെയ്യണം, കുക്ക് ചെയ്യാൻ ഈ സാധനങ്ങൾ വേണം, സാധനങ്ങൾ വേണമെങ്കിൽ ആ സാധനങ്ങൾ വാങ്ങിക്കാൻ പൈസ വേണം, പിന്നെ അത് കഴിഞ്ഞിട്ട് നീ സ്വന്തമായി എല്ലാ കാര്യങ്ങളും ചെയ്യണം, എന്നിട്ട് വേണം നീ പറയാൻ എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയേണ്ടത്. പക്ഷെ 1-2 ദിവസം പറഞ്ഞുകൊണ്ടൊന്നായില്ല, 1 മാസമൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ ഇപ്പൊ ചെറിയൊരു ജോലിക്ക് പോകാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ ആയി തീർന്നു. 1 മാസമായി ഇപ്പൊ ഒരു കമ്പനിയിൽ ജോലിക്ക് പോയി തുടങ്ങിയിട്ട്. കാലത്ത് എഴുന്നേറ്റു, അപ്പൊ സ്വന്തമായിട്ട് അവന്റെ ഡ്രസ്സുകളൊക്കെ അവൻ തന്നെ കഴുകിയിടുക എന്നുള്ള പ്രൊസീജിയർ ഞാൻ പണ്ടേ പഠിപ്പിച്ചിരുന്നു. അത് കഴുകിയിട്ട് കുളിച്ച് ഭക്ഷണം കഴിച്ച് 9:30 ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് പോകുന്നു. അവിടെ നിന്ന് 5:30 ആകുമ്പോൾ 6 മണിയാകുമ്പോൾ തിരിച്ചിറങ്ങി വീട്ടിലേക്ക് സ്വന്തമായി ബസ്സിൽ തന്നെ യാത്ര ചെയ്ത് അവളൊന്നും ബസ് തന്നെ തിരിച്ചു പിടിച്ചു വരുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് ആയി. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷമാണ് അത്. ഞാനില്ലെങ്കിലും അവൻ ജീവിക്കണം, മറ്റുള്ളവരോട് പറഞ്ഞ് കാര്യങ്ങൾ നേടാൻ കഴിയണം, സാധനങ്ങൾ വാങ്ങിക്കാൻ അറിയണം, സ്വന്തമായി യാത്ര ചെയ്യാൻ അറിയണം. അങ്ങനെയുള്ള കപ്പാസിറ്റിയൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു അനുഭവം ഉണ്ടായി. ഇപ്പൊ ഒരു തൃശ്ശൂർ വെച്ച് ഇങ്ങനെ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ഗാനമേള ഒരു സംഘമുണ്ടായി. അപ്പൊ ഞാൻ അവന് കൂടി ആ പ്രോഗ്രാമിന് പോയി ചോദിച്ചു, നിനക്ക് പാടണോ എന്ന് ചോദിച്ചു. ഞാൻ ഇതുവരെ പാടണോ എന്ന് ചോദിച്ചിട്ടില്ല. അപ്പൊ പറഞ്ഞു എനിക്ക് പാടാം. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, അന്ന് സൺഡേ ക്ലാസ്സിന് ചേരുക. ഇപ്പൊ നീ ജോലിക്ക് പോകുന്നില്ലേ, സൺഡേ ക്ലാസ്സിന് പോവാ, സൈക്കിളിൽ തന്നെ എവിടെ വേണമെങ്കിലും പോകുക വരിക, അതിനുള്ള ഫീസും നീ പേ ചെയ്യണം, ഇനി ഞാൻ പേ ചെയ്യില്ല എന്ന് പറഞ്ഞു. ആ ഒരു അവസ്ഥയിലേക്ക് 27 വർഷത്തെ യാത്രയിൽ കൂടെ എത്തിക്കാൻ കഴിഞ്ഞു. അതിന് ദൈവത്തിനോട് ഞാൻ വളരെ വളരെ നന്ദി പറയുന്നു. ചിലപ്പോൾ എൻ്റെ കർമ്മം, ഈ ജീവിതത്തിൽ എനിക്കുള്ള കർമ്മം അതായിരിക്കാം. ഇനി മറ്റുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ലെവലിലാണ്. പിന്നെ ഞാൻ അതിനു വേണ്ടി ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയുടെ RCAയുടെ കോഴ്സ് എടുത്തു. അത് കഴിഞ്ഞു ഇപ്പോൾ MSW കഴിയുന്നു. ഇനി സമൂഹത്തിൽ ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള കർമ്മം കൂടിയുണ്ട് എന്ന് എൻ്റെ മനസ്സിൽ തോന്നിക്കുന്നു. നന്ദി, നമസ്തേ.